അതെ, ഞാൻ എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ചിലർ വളരെ കുറച്ച് പേർക്ക് ഇപ്പോൾ ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഇങ്ങനെയുള്ളൊരു സംഭവം വരുമ്പോഴേ ഈ ബ്രേക്കപ്പിൽ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവാറുണ്ടാകും. ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ കിഡ്സിൻ്റെ കാര്യം എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ പലർക്കും അത് വലിയ കാര്യമൊന്നും അല്ലാത്തവരും ഉണ്ട്, എന്നാൽ ഇത് ഭയങ്കര പ്രശ്നമാകുന്നവരുണ്ട്. ഇതിനകത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആളുമായിട്ടൊരു സ്നേഹത്തിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടായി, ഇത് കുറച്ചുകൂടെ എന്താ പറയണ്ടേ, ഒന്നിച്ചു പോകേണ്ട ആവശ്യം കുറച്ചുകൂടി എന്താ പറയണ്ടേ, പിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാകുന്ന തരത്തിലേക്ക് ആകുന്ന കുട്ടികളുണ്ടാകുമ്പോഴാണ്. പക്ഷേ അല്ലെങ്കിൽ പോലും ഒരു ഈ പറഞ്ഞ പോലെ ലവ് റിലേഷൻഷിപ്പിനകത്തു നിന്ന് ബ്രേക്കപ്പിനടുത്ത് പലരും സൂയിസൈഡ്, ആസിഡ് അറ്റാക്ക്, ഡിപ്രഷൻ, ഭയങ്കര പ്രശ്നങ്ങളാണ്. കല്യാണം കഴിച്ച ഒരു ഡിവോഴ്സ് ആകുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഫാമിലി ഇൻവോൾവ്, ലീഗൽ പ്രശ്നങ്ങൾ, പിന്നെ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ഈ ഫാമിലി, ലീഗല്, മറ്റേ ലവ് പ്ലസ് കുട്ടികൾ ഇങ്ങനെ പോകുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഡിവോഴ്സ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടി, എല്ലാവരും അങ്ങ് ഡിവോഴ്സ് ആവുകയാണ്. അതിൽ പണ്ടൊരു സമയത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് ലവ് മാരേജും അറേഞ്ച്ഡ് മാരേജും തമ്മിലുള്ള സംഭവത്തിനകത്തോ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ പെട്ടെന്നൊന്നും ഡിവോഴ്സ് ആകത്തില്ല, ലവ് മാരേജുകാരാണ് കൂടുതൽ ഡിവോഴ്സ് ആകുന്നതെന്ന് പറഞ്ഞൊരു അന്ധകാലത്ത് ജീവിച്ചിരുന്ന പലർക്കും ഇന്നിപ്പോൾ അവരത് കാണുന്നുണ്ടോ, വീഡിയോ കാണുന്നുണ്ടോ എന്നറിയത്തില്ല. ഇപ്പോൾ ഒരു 45 വയസ്സ് അല്ല 50 തൊട്ടൊരു 30 വയസ്സ് വരെ ഇടയ്ക്കുള്ള ആളുകൾക്ക് ലവ് മാരേജ് ആർക്ക് ഡിവോഴ്സ് ആയിരുന്നെങ്കിൽ വലിയ പ്രശ്നങ്ങൾ കൂടുതലാണ്. അന്ന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ വന്ന് ഈ അറേഞ്ച്ഡ് മാരേജ് എന്നൊക്കെ പറയുന്ന സംഭവമാണേലും ഏത് മാരേജ് ആണേലും ലിവിങ് ടുഗദർ ആണേലും എന്താണേലും ഒന്നിച്ച് ജീവിക്കാൻ പലർക്കും പറ്റുന്നില്ല. ഒത്തിരി സെപ്പറേഷൻസ്, നമുക്കത് ലീഗൽ സെപ്പറേഷൻ ഇല്ലീഗലോ എന്തോ ആയിക്കോട്ടെ, സെപ്പറേറ്റഡ് ആവുകയാണ് ആളുകൾ. അതിന് കാരണങ്ങൾ പലതാണ്. പക്ഷേ ഈ വന്ന കാലത്ത് ഇനിയുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് റിലേഷൻഷിപ്പാണേലും അധികം നാൾ പോകത്തില്ല, അങ്ങനെ വിചാരിക്കണ്ട. പഴയ കാലത്ത് ഈ എന്നുതൊട്ടാണോ ഫാമിലി ഉണ്ടാക്കി വെച്ചത് അന്ന് മുതൽ അവസാനത്തെ ഈ മൈക്രോ ഫാമിലി എത്തുന്നത് വരെ ലാസ്റ്റ് റൗണ്ട് മൈക്രോ ഫാമിലിയൊക്കെ കഴിഞ്ഞ് ഇനി ആ കൺസെപ്റ്റ് തുടരാനൊന്നും പറ്റത്തില്ല. ഇതേ അവസ്ഥ തന്നെയാണ് യൂറോപ്പിലും US-ലും അങ്ങനെ ഈ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അവിടെയൊക്കെ എന്തോ നടന്നു, പിന്നീട് അവിടെ നടന്ന പോലെ തന്നെ ഇവിടെയൊക്കെ നടക്കത്തുള്ളൂ. കാരണം മനുഷ്യൻ മുന്നോട്ട് പോയി ആ ഒരു നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജീവിത നിലവാരം ഉയർന്നു, എല്ലാവർക്കും അവരവരുടേതായ ഇൻഡിവിജ്വൽ ആയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്നു, ഈ ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റി എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർ അവരവരുടെ രീതിക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ പോകത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ രണ്ടുപേരും ഒന്നിച്ചുള്ള ഈ പരിപാടികൾ പലർക്കും ക്ലാഷ് ആവും. അപ്പോൾ അമേരിക്കയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു കുട്ടി ഉണ്ടാകുന്നു, അയാൾ അടുത്ത പാർട്ട്ണറുടെ അടുത്ത് പോകുന്നു, അവിടെ നിന്ന് ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടായി, 2 പാർട്ട്നേഴ്സിൻ്റെയും കൂടെ അല്ലാതായിരിക്കും ചിലപ്പോൾ അവർ പിന്നീട് ജീവിക്കുന്നത്. പിന്നെ ഒരു പരുവം കഴിയുമ്പോഴത്തേക്കിന് പിള്ളേരെ സ്റ്റേറ്റ് ആയിട്ട് എടുത്തിട്ട് അങ്ങനെ പഠിച്ച് പിള്ളേരുടെ ഉത്തരവാദിത്വമൊന്നും അവർക്കില്ല. ആ സംഭവം ഇന്ത്യ നടക്കത്തില്ല, ഈ അടുത്തെങ്കിലും നടന്നിട്ടില്ല. ഇത്രയും സെപ്പറേഷനായിട്ട് പോലും ഇതിനകത്ത് ഈ സ്റ്റേറ്റ് ഈ കുട്ടികളുടെ കാര്യത്തിലൊന്നും ഒരു ചുക്കും ചെയ്യുന്നില്ല. ആ വ്യത്യാസമുണ്ട്, സൊസൈറ്റി അത് ആവശ്യപ്പെടുന്നുമില്ല. ഈ പറഞ്ഞ മനുഷ്യർ ഇത്രയും പേരുണ്ട്, അവരെന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഡിമാൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ലായിരിക്കും എന്ത് ചെയ്യണമെന്ന്. പക്ഷെ മറ്റിടത്ത് അതല്ല, കുട്ടികളുടെ കാര്യം സേഫാണ്, ഇവിടെ കുട്ടികൾ സേഫ് അല്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ എല്ലാം കൂടെ കുറേ പിഴച്ച പിള്ളേരുണ്ടാവും. പിഴച്ച പിള്ളേരെന്ന് പറഞ്ഞാൽ നശിച്ചു പോകും. കാരണം ഇവരെ ടേക്ക് കെയർ ചെയ്യുന്ന പേരൻസ് എന്ന് പറയുന്നവർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, എന്തുകൊണ്ട് അവർ ഡിവോഴ്സ് ആയെന്നറിയത്തില്ല, എന്തൊക്കെയോ കാരണങ്ങളാണ്. അവർ തന്നെ വീണ്ടും അവരൊരു ഫാമിലിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. മറ്റടുത്ത് ഫാമിലിയിലോട്ടൊന്നും അവർ പോകുന്നൊന്നുമില്ല. കാരണം പേരൻസിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും, അതേ വീട്ടിൽ നിൽക്കേണ്ടി വരും. ഇവിടുത്തെ സിസ്റ്റം മൊത്തത്തിൽ ആ ഒരു ഫാമിലി സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ അങ്ങ് എന്താ പറയണ്ട, അതിൻ്റെ അടിത്തറ അങ്ങനെയാണ് റെഡിയാക്കി വെച്ചേക്കുന്നത്. അതായത് അപ്പനമ്മ മക്കളുടെ മക്കളൊക്കെ ഒരു വീട്ടിൽ ചെന്ന്, ഒരു മക്കളാണ് അവിടെ വന്ന് അവൻ്റെ വീട്ടിൽ താമസിച്ച് അങ്ങനെ അവിടെ നിന്നുകൊണ്ട് എന്തോ ജോലി ചെയ്ത് ഈട്ടാവട്ടെ ചെറിയൊരു സർക്കിളിൽ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന പരുവത്തിലുള്ളൊരു സിസ്റ്റമാണ്. അതിനകത്ത് വിദേശത്തോട്ട് പോവുകയോ അല്ലെങ്കിൽ സ്ഥലം മാറി താമസിക്കുകയോ ഒന്നും അത്ര എളുപ്പമല്ല ഇവിടെ. മറ്റിടത്ത് അങ്ങനല്ല, തനിക്ക് എവിടെ വേണേലും ജീവിക്കാം, ഏത് രാജ്യത്ത് നിന്നാലും ഒരു കുഴപ്പമില്ല. അവർക്ക് ഇനി ഈ സെപ്പറേറ്റഡ് ആയാലും അവർ പോകുന്നത് വേറൊരു വീട്ടിൽ എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ വീട്ടിൽ അമ്മയുടെ വീട്ടിൽ പോയി അവിടെ പോയി അങ്ങ് അഭയം പ്രാപിക്കുക, അങ്ങനത്തെ രീതിയിലല്ലല്ലോ. ഇനി ഇവരെല്ലാം ചെറുപ്പത്തിലെ തന്നെ വീട്ടുകാരിൽ നിന്ന് മാറി എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ച് അവരവരുടേതായ ശമ്പളത്തിലും സ്വന്തം കാലം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്നതുകൊണ്ട് ഇതൊന്നും
ഇത്രയും വലിയ ഫാമിലി ഒന്നും ബാധിക്കത്തില്ല. അവർ സെപ്പറേറ്റ് ആയി. അല്ലാതെ അവൻ്റെ അപ്പനെയും അമ്മയും കുടുംബക്കാരെയും മൊത്തം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ മാനത്തിനും അഭിമാന പ്രശ്നമോ ഒന്നും വരത്തില്ല. അപ്പം മൊത്തത്തിൽ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അടിത്തറയെന്ന് പറഞ്ഞ സാധനം ഇളക്കാതെ നിങ്ങൾക്ക് ഈ സംഭവം കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ അടിത്തറയെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫാമിലി ബേസ് ചെയ്തുള്ള സകല പരിപാടി, അതായത് സ്വത്ത്, വിദ്യാഭ്യാസത്തിനകത്ത് ഈ പറഞ്ഞ പോലെ കുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പേരൻസിനോട് നിന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവരെ ഒരു ഇൻഡിവിജ്വലായിട്ട് കൺസിഡർ ചെയ്ത് അവർക്ക് എന്ത് സ്വാതന്ത്ര്യം ഉണ്ടോ അതെല്ലാം അവരെടുക്കുന്ന രീതിയിൽ നിയമപരമായിട്ട് അവരത് പഠിച്ച് മനസ്സിലാക്കി അവർ ജീവിക്കുന്ന സംഭവമാണ് വരേണ്ടത്. ഇവിടെ അതൊന്നും ഇല്ല. ഇവിടെ 25 വയസ്സായവൻ പോലും ഇൻഡിപെൻഡൻ്റ് അല്ല. അവന് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തള്ളയെ തന്തയെ പറയുമ്പോഴേ കെട്ടത്തുള്ളൂ. അല്ല അവർ പറയുന്ന ചെറുക്കനെ പെണ്ണിനെയൊക്കെ കെട്ടേണ്ട ഗതികേട്, അതൊക്കെ എന്ത് ഗതികേടാന്ന് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ പഴയ തലമുറയ്ക്ക് ഇല്ലെന്നുള്ളതാണ്. അവർ കണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഫാമിലി സെറ്റപ്പ് ഇവിടെ നടന്നു പോകുന്ന, അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലാത്ത ഒരു ഇന്ത്യ. ഇപ്പം അതല്ല. അതിനകത്ത് ഇപ്പോൾ ഒരു ട്രാൻസിഷൻ പീരീഡിൽ എത്തിയേക്കുവാണ്. ഇതിനപ്പുറത്തോട്ട് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. പക്ഷേ ഈ ഒരു തലമുറ വല്ലാണ്ട് ബുദ്ധിമുട്ടും. കാരണം ഈ ബേസിലുള്ള ഈ ഫാമിലി നിന്ന് വളർന്നവരെല്ലാം അവർ വിചാരിക്കുന്നു നോക്കി ഇതാണ് ഏറ്റവും വലിയ സംഭവം. അതിനകത്ത് ജനിച്ച് വളർന്നവരുടെ ഒരു ട്രാൻസിഷനിൽ കിടക്കുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ ഒരു 50 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ആളുകൾ. അവരിപ്പോഴും ഈ ഫാമിലി ഉണ്ടെങ്കിലാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ ഫാമിലിയാണ് സംഭവം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ അവർക്കിതില്ലാതെ വന്നാലോ അവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുവോ കുറ്റവോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അവർ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകും. അതിനകത്ത് കുറേ ആത്മഹത്യകൾ സംഭവിക്കും, പലരും മാനസിക നില തെറ്റും. അത് കഴിഞ്ഞിപ്പോൾ വളർന്ന് ഇപ്പോൾ 20-30 താഴെയുള്ള പിള്ളേർക്ക് ചിലപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. ഒരു ബ്രേക്കപ്പ് പോലും അവർക്ക് ഈസി ആയിരിക്കും. മറ്റവർക്ക് ബ്രേക്കപ്പ് ഒക്കെ പാടാണ്. ഒരു പ്രേമ പരാജയം എന്ന് പറഞ്ഞാൽ ജീവിത പരാജയം പോലെ. പക്ഷെ ഇന്ന് അത്രയ്ക്ക് അങ്ങോട്ട് സിവിയറിറ്റി ഒന്നും കൊടുക്കുന്നില്ല. അത് മാറി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഉള്ളവർ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്ത് ഇപ്പോൾ പലരും ദുഃഖിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ എന്തോ ഈ സമൂഹത്തിൽ അവർ ചെയ്തത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതം തെറ്റായിപ്പോയി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം ആ വ്യക്തിക്കില്ല. ആ വ്യക്തി വളർന്നു വന്ന സാഹചര്യത്തിലും അവരുടെ ആ ഒരു സമൂഹം ഉണ്ടാക്കി വെച്ചിരുന്ന ചില ഈ എന്താ പറയുക ചട്ടക്കൂടുകളോ എന്തോ ആയിക്കോട്ടെ, ഇതിനകത്തൊരു ഈ ഫാമിലി ബേസ് ചെയ്ത് വെച്ചിരുന്ന ആ സംഭവം ഇളകിപ്പോയത് കൊണ്ട് അടിത്തറ ഇളകിയിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ അത് ഇളകിയ സാധനം മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ഇതിനകത്തൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം ഇത് അവരുടെ കുഴപ്പമാണോ, ഇത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ, ഞാൻ എൻ്റെ അമ്മയും അപ്പനെയും പോലെ ജീവിക്കാൻ പറ്റാതെ പോയത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അതല്ല കാരണം. നിങ്ങൾ കാണാത്തൊരു സാധനം ഉണ്ടല്ലോ ഇതിനകത്ത്. നമ്മൾ ഈ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വീടെന്ന് പറഞ്ഞ സാധനവും ആ പേരൻസ് എന്ന് പറഞ്ഞ ജീവികളും അവിടെ ജീവിക്കുന്നവരുടെ കാര്യമല്ലേ പറഞ്ഞത്. ആ സിസ്റ്റത്തിനകത്ത് ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. ആ സിസ്റ്റം വീക്കായി. അതിനകത്ത് ഇനി വലിയ സ്കോപ്പൊന്നുമില്ല. അതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 2 ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സിനകത്തൊക്കെ ആ അടിത്തറ ഇളകിയിട്ടുണ്ട്. അങ്ങനെ ഒരു ബേസിലല്ല ആൾക്കാർ ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിന് മുകളിലോട്ടുള്ള സാധനങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു ചെറിയ പാർട്ട് മാത്രമാണ് ഈ പറഞ്ഞ 2 പേര് തമ്മിലുള്ള ബന്ധം. ശരിക്കും പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. പണ്ടായിരുന്നു അതിന് അത്രയും പ്രാധാന്യം. ഇങ്ങനെ ഇരുന്ന സാധനം ഇപ്പോൾ ഈ 2 ഒരു എന്താ പറയണ്ടേ, മനുഷ്യർ തമ്മിലുള്ള പ്രണയം അല്ലെങ്കിൽ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന മറ്റു കാര്യങ്ങളെല്ലാം ഈ ഒരു ചെറിയ പോർഷനായിട്ടാണ് മാറിയിരിക്കുന്നത്. അന്നുള്ളവർക്ക് ഇത്ര ഉത്തരവാദിത്വമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും പഠിപ്പില്ല. അവരായ ഒരു ചുറ്റുവട്ടത്ത് മാത്രം ജീവിക്കുകയാണ്. ലോകമായിട്ട് കണക്ഷനില്ല. ഇന്ന് ഇത്രയും ഇൻഫർമേഷൻ ഓൺ ഫിംഗർ ടിപ്പും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ജോലിയും പല ഉത്തരവാദിത്തങ്ങളും ദിവസവും പല കാര്യങ്ങളിൽ എൻഗേജ്ഡും എൻ്റർടൈൻമെൻറ്റും യാത്രയും എല്ലാം കൂടെ കിടക്കുന്നതിന് ഇടയിൽ ഒരു ചെറിയ കാര്യമായിട്ട് കൺസിഡർ ചെയ്താൽ മതി തന്നെ. പഴയ ആൾക്കാർക്ക് ഇതൊന്നും ഇല്ലെന്ന് ഓർത്താണോ? ഇതൊന്നും ഇല്ലാത്ത ആളുകൾ ഫാമിലിയേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഫാമിലിയേ ശരണയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ അതൊരു നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നൊരു സ്ഥാപനം നടത്തിയിട്ടുണ്ടാവാം. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് ഫാമിലി ഒന്നും അല്ല, ജീവിതമേ ശരണയ്യപ്പ എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ജീവിക്കാൻ കുറേ കാര്യങ്ങളുണ്ടെന്നേ. എന്നിട്ട് അതിനിടയിൽപ്പെട്ട കുറച്ച് പേര് ഇത് മൊത്തത്തിൽ മനസ്സിലാക്കാതെ മറ്റിത്രയും കാര്യങ്ങൾ നടന്നത് ശ്രദ്ധിക്കാതെ മനസ്സിലാവുന്നുണ്ടോ? പിന്നെയും ഈ പഴയ പൊട്ടന്മാർ വിളിച്ചു വരുന്ന ഫാമിലിയേ ശരണയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനിടയിലിരുന്ന് വിളിച്ചാലൊന്നും ഒക്കത്തില്ല. മനസ്സിലായോ? അത് നടക്കാത്ത അതുകൊണ്ടാണ്. ഇവിടെ ഡിവോഴ്സ് റേറ്റ് കൂടിയപ്പോൾ എല്ലാവരുടെ ഒരു ഭയങ്കര എന്താ പറയുക, എനിക്ക് വന്നൊരു സംശയം ഉണ്ടാകുന്നു. കുറേ ബുദ്ധിജീവികൾ അടിച്ചുവിട്ടൊരു സാധനമാണ് ഡിവോഴ്സ് റേറ്റ് കൂടാനുള്ള കാരണം. സ്ത്രീകൾ എംപവേർഡ് ആവുന്നു. സ്ത്രീകൾ എംപവേർഡ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ പുരുഷനോട് ജീവിക്കാതിരിക്കുമോ? അതൊന്നുമല്ല. അവർക്ക് സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിഞ്ഞപ്പോൾ പലരും ഈ ടോക്സിക് റിലേഷൻഷിപ്സ് മനസ്സിലാക്കി അല്ലെങ്കിൽ വിവാഹത്തിൽ സന്തോഷമില്ലെന്ന് കണ്ടെത്തുമ്പോൾ അവർ സ്വന്തം കാലം നിൽക്കാൻ ശേഷിയുള്ളത് കൊണ്ട് അവർ ചാടിപ്പോയി എന്നാണ് പറയുന്നത്. എന്നാൽ അതല്ല ശരിക്കുള്ള കാരണം. ഇതൊക്കെ വേറെ ഏതോ പേഴ്സ്പെക്റ്റീവിലാണ് ഇവർ സംസാരിക്കുന്നത്. എനിക്കതിപ്പോൾ മനസ്സിലായത് ഇതാണ്. അത് തെറ്റാണ് അങ്ങനെ പറയുന്നത്.
ഇവിടെ ഒരാൾ എംപവർ ആയാലോ, അയാൾ കൂടുതൽ എഡ്യൂക്കേഷൻ കിട്ടിയാലോ, അയാൾക്ക് നല്ല ജോലിയും നല്ല ജീവിത സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഉടനെ രണ്ടുപേരും തമ്മിൽ പിരിയുന്നതാണോ അതിനകത്ത്? അതെന്തുതരം വർത്താനം പറയുന്നത്? അത് തെറ്റല്ലേ? രണ്ടുപേരും തമ്മിൽ പിരിയുന്നത് അതുകൊണ്ടല്ല. രണ്ടുപേരും തമ്മിൽ പിരിയുന്നതിൻ്റെ കാരണം അവർ രണ്ടുപേരും തമ്മിൽ ഒക്കാത്തതുകൊണ്ട്, അല്ലാതെ ഒരാൾ എംപവേർഡ് ആയതുകൊണ്ടും ഒരാൾ സൂപ്പർ പവർ ആയതുകൊണ്ടോ അങ്ങനൊന്നും അല്ല. ഒരു പവർലെസ്സോ അങ്ങനത്തെ പ്രശ്നം കൊണ്ടല്ല. ഇപ്പോൾ സ്ത്രീകൾക്ക് എത്ര എംപവേർഡ് ആയാലും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ഇവർക്ക് ഈ സാധനം ഈ ബേസിൽ നടത്താൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അമേരിക്കയിലെ പെണ്ണുങ്ങൾ ഇതിലും എംപവേർഡാണ്. അല്ല അവിടുത്തെ ജീവിത സാഹചര്യം ഇതിലും ബെറ്ററാണ്. UK യിലും US യിലും ഒക്കെ ജീവിക്കുന്ന ആണും പെണ്ണ് കൊറിയയിലോ ചൈനയിലോ ജപ്പാനിലോ എവിടെ പോയാലും വളരെ ഈക്വാലിറ്റി ഉണ്ട് അവർക്ക്. എന്നിട്ട് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അവരാരും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഇല്ലാത്തവരൊന്നുമല്ല. അവിടെ ഇത് നടക്കും. കാരണം അവരവർ ഇൻഡിവിജ്വലിസ്റ്റിക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കാര്യങ്ങളും അവരവരുടെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കും. പിന്നെ മനുഷ്യന് അത്രമാത്രം ഈ പറഞ്ഞ പോലെ ഒരു ഇതൊന്നും അല്ല. എന്താ പറയുന്നത്? മോണോഗമി. മോണോഗമസ് അല്ല, പോളിഗമി ആയിട്ട് ജീവിക്കേണ്ട മനുഷ്യനാണ്. അവർക്ക് ബേസിക് നേച്ചർ അതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം അതും തിരിച്ചറിയാതെ പോലെ ഇരിക്കുക. പണ്ടുള്ളവർക്ക് ഇത് പറ്റത്തില്ല, സാഹചര്യം ഇല്ല. അവർക്കൊരു ഇച്ചിരി ചുറ്റുവട്ടത്ത് ജീവിച്ചേ പറ്റത്തുള്ളൂ. അപ്പോഴും പോളിഗമസ് ഒക്കെ തന്നെയാണ്. ഇപ്പോൾ ചില കാസ്റ്റുകാർക്ക് മാത്രമേ ഉള്ളായിരിക്കും ചിലപ്പോൾ പറ്റാതെ പോയത്. ബാക്കിയുള്ളവർ നിരത്തി പിടിച്ചുകൊണ്ട് പോളിഗമി സ്റ്റാറൊക്കെയാണ്. ഇപ്പം അത്ര പറ്റുന്നില്ല. അതെ, അതിന് കള്ളവടി എന്നൊക്കെ പറയുവാന്ന്. പിന്നെ അത് കള്ളവടി മാത്രമല്ല, ഭയങ്കര മറ്റേ ഇതുണ്ടല്ലോ, ജാതി അടിസ്ഥാനത്തിലൊക്കെ താഴോട്ട് കയറി എന്തും കാണിക്കാം, മുകളിലോട്ട് കാണിക്കാനേ ഉള്ളൂ പറ്റാത്തത്. അപ്പോൾ അങ്ങനത്തെ സംഭവം അങ്ങനെ തന്നെ മനുഷ്യൻ ജീവിച്ചിട്ടുള്ളൂ. ഇപ്പം ഇടയ്ക്കൊരു കുറച്ച് കാലം, വളരെ കുറച്ച് കാലം, മനുഷ്യൻ്റെ ഇത്രയും മനുഷ്യനുണ്ടായ കാലഘട്ടത്തിനകത്ത് ഏറ്റവും കുറച്ച് കാലഘട്ടത്തിൽ മാത്രമാണ് ഈ സ്ട്രിക്റ്റ് ആയിട്ട് ഫാമിലിക്കകത്ത് പെട്ട് കുട്ടിയുടെ അച്ഛൻ എപ്പോഴും അങ്ങനെ വേറൊരു ബന്ധമില്ലാതെ രണ്ടുപേര് മാത്രമായി വളരെ കുറച്ച് കാലം. ഇപ്പോൾ നേരെ മാറി വരും. അത് വീണ്ടും വേറൊരു രീതിയിലാണെന്നേ ഉള്ളൂ. ഇപ്പോൾ കുറച്ചൊരു ഓപ്പണായി ഫ്രീ ആയി മറ്റേ ജാതിമത അടിസ്ഥാനങ്ങളൊന്നും ഇല്ലാതെ അവരവർക്ക് ഇഷ്ടമുള്ള പോലത്തെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് കൂടുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മുന്നോട്ട് വരുമ്പോൾ ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതൊക്കെയാണ് നടക്കേണ്ടത്. അതായത് താനിപ്പോൾ ഇന്നൊരു റിലേഷൻഷിപ്പിലായിരിക്കാം, ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നിരിക്കാം. അതിനകത്ത് കുറച്ച് കോൺട്രാക്റ്റ് പരമായിട്ട് ഈ കുട്ടിക്ക് നോക്കേണ്ട ചിലവുകൾ അയാൾ കൂടെ ഉത്തരവാദിത്തമുള്ളതാണ്. ഇതെല്ലാം ഒരു പെണ്ണിൻ്റെ ഉത്തരവാദിത്തമൊന്നും ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള ലോയും മറ്റു കാര്യങ്ങളും ഒക്കെ മതി. മനസ്സിലായോ? അതിനകത്തും സ്റ്റേറ്റാണ് ഇടപെടുന്നതെങ്കിൽ ഈ ആണിനും വലിയ ഉത്തരവാദിത്തമില്ല, പെണ്ണിനും വലിയ ഉത്തരവാദിത്തമില്ല. പിന്നെ ഈ കൊച്ചിൻ്റെ പഠിപ്പ് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുന്നതിനകത്ത് അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സിസ്റ്റം ഫോളോ ചെയ്ത രാജ്യങ്ങളിൽ ആളുകൾക്ക് ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുന്നത്. നമ്മുടെ ഇവിടെ അതില്ല. നമ്മുടെ ഇവിടുത്തെ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കുറഞ്ഞ സാധനമായിരിക്കും. ആ രീതിക്ക് മാറിയാൽ അവരുടെ അവിടെ ഈ പറഞ്ഞ പോലെ ഈ സാധനം ഒരു പ്രശ്നമല്ല. അമേരിക്കയിലൊക്കെ എന്നേ ബ്രേക്കപ്പ് ഇല്ലടേ. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ സംഭവമൊന്നും അവർക്ക് വിഷയമല്ല. അവരിങ്ങനെ ഓരോരോ പാർട്ട്നേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവർക്ക് സെക്സും വലിയ കാര്യമൊന്നുമല്ല. ഇവിടെ ഉള്ളവനാണ് ഇതാണ് ഏറ്റവും വലിയ കാര്യമായിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇത് മനസ്സിലാക്കേണ്ട രീതിക്ക് മനസ്സിലാക്കാതെയും അതിന് പാരലായിട്ട് നടക്കേണ്ട ഈ പാരലായിട്ട് എന്നല്ല, അതിന് മാറ്റണം, മൊത്തത്തിൽ മാറണം. ഈ സിസ്റ്റം മുഴുവനും മാറണം. ഇവിടുത്തെ അവകാശങ്ങൾ, സ്വത്ത്, പഠനം, സമ്പാദ്യം, അതുമായിട്ട് ബന്ധപ്പെട്ട് താമസ രീതികൾ എല്ലാം മാറേണ്ടി വരും. പഠനം, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വരെ മാറ്റം വരുത്തണമെന്ന്, അല്ലാതെ ഇതൊന്നും നടക്കത്തില്ല. ലോകം എങ്ങോട്ടോ പോകുമ്പോൾ ഇവിടെ കിടന്ന് അപ്പോഴും ഇവന്മാർ ഇവിടെ കിടന്നുകൊണ്ട് നിരങ്ങുക. ഇവിടെ വഴിയിലൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ചട്ടിയും കലമൊക്കെ ആയിട്ട് വന്നിരുന്ന് കുറേ എണ്ണം കഞ്ഞി ഉണ്ടാക്കുക. മനസ്സിലായി? ഓരോ കുരിശും ചുവന്നുകൊണ്ട് ഇവിടെ റോഡിൽ കൂടെ നടക്കുക. ഇതൊന്നും ഡെവലപ്ഡ് കൺട്രിയിൽ ഒരിടത്തും കാണാൻ കിട്ടാത്തൊരു കാഴ്ചയാണ്. ഈ നശിച്ച നാട്ടിലല്ലാതെ വേറെ എവിടെയും മതങ്ങൾ ഇത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്ത് ഇപ്പോഴും ഇരിപ്പില്ല. ഈ മതം എന്ന് പറയുന്ന ഈ സ്ഥാപനം എന്ന് ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നോ അന്ന് ഇവിടുത്തെ ആളുകളുടെ സന്തോഷം കൂടും. എങ്ങനെയാണ് സന്തോഷം വരുന്നതെന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല. ഇത്രയും കാര്യങ്ങളില്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു സ്വഭാവം അല്ലെ അവരുടെ ഒരു ബുദ്ധി വികാസവും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ അറ്റൻഷൻ സ്പാനൊക്കെ കുറവാണ് ആളുകൾക്ക്. അത് ഒരു രീതിയിൽ. പിന്നെ ജോലി എന്താണ് ചെയ്യുന്നത്? ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലി ഒത്തിരി ഉണ്ട്. എല്ലാവർക്കും ജോലി ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള സാഹചര്യം മറ്റേ പഴയതുപോലെ കഞ്ഞിയും കപ്പയും കുടിച്ച് തിന്ന് ജീവിക്കും എല്ലാ ആളുകൾ. ആയുസ്സും കൂടിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മനുഷ്യന് ഈ ഇങ്ങനത്തെ ഒരു അന്ധകാലത്തുള്ള ഒരേ ഒരു സിസ്റ്റം മാത്രം അവിടെ കടിച്ചു പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ അതാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക? സ്വർഗത്തിൽ പോകാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കുമോ? അപ്പോൾ അവന് നാച്ചുറലി ആ മനുഷ്യനെ അറിയാതെ അയാൾ ഒട്ടും ചിന്തിച്ചുണ്ടാക്കാത്ത അയാൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അയാളുടെ മാനസിക നില തെറ്റും. അയാൾക്ക് എവിടെ നിന്നാണെന്നറിയത്തില്ല. ഈ സ്ട്രെസ്സ് കൂടുതലുണ്ടെന്ന് തോന്നും, ഡിപ്രഷൻ ഉണ്ടാവും, ആവശ്യമില്ലാത്തൊരു മാനസികാവസ്ഥ, അങ്ങനെ രോഗാവസ്ഥകൾ. പിന്നെ ഇങ്ങനത്തെ ഒരു ചുറ്റുപാട് ജീവിച്ചിട്ട്
ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോബ് ചെയ്യുമ്പോഴുള്ള ആഹാരം എല്ലാം മാറും. ഇവരുടെ ചിന്താഗതി മൊത്തം മാറിയിട്ട് ഈ സമൂഹം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കാനും തരികിട കാണിക്കാനും മാത്രമാകുന്നുണ്ട്. എല്ലാവരും തമ്മിൽ പറ്റിക്കുമല്ലേ? ആരെങ്കിലും തമ്മിൽ പറ്റിക്കാത്തവരുണ്ടോ? പറ്റിച്ചാൽ ജീവിക്കുന്ന എല്ലാവരും ഇവിടെ. ഒരുത്തിനൊരുത്തിനെ പറ്റിക്കാൻ അവസരം കിട്ടി അവൻ ഒരുത്തിനെ നല്ലപോലെ പറ്റിക്കാൻ പറ്റുന്നതിനാണ് അവൻ്റെ കുറച്ച് കാശ് വരും. അതാണ് നമ്മുടെ നാട്. ഇത്രയും നശിച്ചു പോകുന്നതിനകത്ത് ഏറ്റവും വലിയ കാരണം റിലീജിയനാണ്. പിന്നെ റിലീജിയൻ ബേസ് ചെയ്ത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇത്തിരി സിസ്റ്റം ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിയമമുണ്ട്. മനസ്സിലായോ? അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയവും മതവും തമ്മിൽ ഇവിടെ എന്താ വ്യത്യാസം എന്ന് അറിയത്തില്ല. രണ്ടുപേർക്ക് ഓരോ ടൈപ്പ് റിച്വൽസും അതേ ടൈപ്പ് എന്താ പറയണ്ടേ ഈ രീതികളൊക്കെയാണ്. അവരുടെ ആചാര രീതികളൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. അവർ സംഘടിക്കുന്നത് അതുപോലെ തന്നെ പ്രത്യേക രീതിയിലാണ്. ചിലയിടത്ത് ഒരിടത്ത് കൊടിയുടെ കളറാണ്, മറ്റിടത്ത് ചില ബിംബങ്ങളാണ്. അവിടെ ചില കാര്യങ്ങൾ പഠിക്കുന്നു. ഇവിടെയും പഠിക്കണം. ഇവിടെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് പഠിക്കാനായിട്ട് ഓരോരുത്തർക്കും. പിന്നെ ഇവർക്കെല്ലാം മറ്റേ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ രക്തസാക്ഷികളും നേതാവും എല്ലാം ഉണ്ട്. ഇതിനിടെ ആൾദൈവവും ഉണ്ട്. അങ്ങനത്തെ ഒരു സമൂഹമായത്. ഇവിടെ നിന്നുകൊണ്ട് ഇതിനകത്ത് നിൽക്കുന്നവർക്കെല്ലാം പ്രത്യേകം, അതായത് ഈ ഒരു രീതിയിൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ആ ഒരു സിസ്റ്റത്തിൽ നിൽക്കുന്നവർക്കെല്ലാം പ്രശ്നം ഉണ്ടാവും. ഇതിന് പുറത്തിറങ്ങിയവർക്ക് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. അവർക്ക് മാനസികമായിട്ട് അത്ര ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇതൊന്നും അഡോപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനോ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. മറ്റവരാണ് ആജീവനാന്ത കാലം ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. കാരണം അവരുടെ ഉള്ളിൽ മൊത്തം ഇതായിരിക്കുന്നത്. ഫാമിലി, എൻ്റെ ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ഒന്നിച്ച് ജീവിക്കുന്നു, പിന്നെ ദൈവമുണ്ട്, സ്വർഗത്തിൽ പോകണം, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ജീവിക്കുന്നവർക്ക് എല്ലാം സ്ട്രെസ്സാണ്. അത് അവരറിയുന്ന പോലുമില്ല. അതിനകത്ത് അതുകൊണ്ടാണ് ഇത്രയും ആളുകളുടെ കൂട്ടായ്മ വരുമ്പോൾ മാനസികമായി ബുദ്ധിമുട്ടുള്ളവരായിട്ട് തോന്നുന്നത് നമുക്ക് അവരെ. കൂടുതൽ വരെ ശ്രദ്ധിച്ചറിയാം. അല്ലെ ആരെങ്കിലും ഈ വന്ന കാലത്ത് ചെരുപ്പിടാതൊക്കെ റോഡിൽ കൂടെ നടക്കുമോ? അല്ലെ പിന്നെ രാവിലെ ഒരു വൈകുന്നേരം വരെ പട്ടിണി ഇരിക്കുമോ? അല്ല സുന്നത്ത് ചെയ്യുമോ? അല്ലെങ്കിൽ തീ കൂടെ കാലിൽ നടക്കൂടെ? അവൻ്റെ ഒരു അവസ്ഥ ഓർത്ത് നോക്ക്. അവൻ മരിച്ചു കഴിയുമ്പോൾ അവൻ വേറെ പിന്നെ ജീവനുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുക. എല്ലാ ആഴ്ചയിലും ഏതോ ബിൽഡിങ്ങിനകത്ത് കയറിയേ പറ്റത്തുള്ളൂ. ഏതോ റിലീജിയസ് ആയിട്ടുള്ള ബിൽഡിങ്ങോ സയൻസോ കണ്ടു കഴിഞ്ഞാൽ അവിടെ കാശ് കൊടുക്കാൻ തോന്നുന്നു. ഇതൊക്കെ എന്തോ കുഴപ്പമല്ലേ? അതൊക്കെയാണ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അവരെ അങ്ങനെ ഫോളോ ചെയ്ത് ജീവിക്കുന്നത്. ഇന്നത്തെ ഈ സംഭവം വെച്ച് നോക്കുമ്പോൾ ലോകം എവിടെ എത്തി നിൽക്കുന്നിടത്തോട്ട് എത്താൻ നോക്കുന്നുണ്ടെന്നാൽ അവൻ ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ മേടിക്കും. അവന് മറ്റ് ഡെവലപ്ഡ് കൺട്രീസിൽ മനുഷ്യൻ ജീവിക്കുന്ന പോലെ അവൻ ജീവിക്കുന്നുണ്ട്. അവൻ കാർ മേടിക്കും, ഫോൺ മേടിക്കും, എ സിക്കകത്തിരിക്കും, പുതിയ ഡ്രസ്സ് ഇടും, ആ പുതിയ ആഹാരം എല്ലാം കഴിക്കും, അതേ പുതിയ വാർത്തകളെല്ലാം കേൾക്കും. അതേസമയം പണ്ടുള്ളവൻ ഈ സിസ്റ്റത്തിൽ ജീവിച്ചവൻ ഇതൊന്നും അറിഞ്ഞിട്ടൊന്നും അല്ല ഇവിടെ ഇരുന്നേച്ചാൽ. അവൻ്റെ ഒരു പത്രം പോലും ഇല്ല അന്ന് ഈ റിലീജിയൻ ഇത്ര ഹോൾഡ് ഉണ്ടാകുന്ന സമയത്ത്. പത്രങ്ങൾ വന്നപ്പോഴും വലിയ പ്രയോജനം ഉണ്ടായില്ല. പക്ഷേ ഈ TV വന്നപ്പോൾ തൊട്ട് കുറച്ച് മാറ്റമുണ്ട്. അന്നാണ് ഈ പ്രേതഭൂത വിശ്വാസിൻ്റെയൊക്കെ ശല്യം വരെ കുറഞ്ഞത്. അത്രയും അന്ധവിശ്വാസങ്ങളിൽ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യന് ആയിരക്കണക്കിന് വർഷം റിലീജിയൻ ഉണ്ടായിക്കൊണ്ടിരുന്നിട്ട് ഒന്നും നടന്നില്ല. എല്ലാ മണ്ടത്തരങ്ങളും പിടിച്ചുകൊണ്ടിരുന്ന ഒരു കുറച്ചായിട്ടുള്ള ഇവിടേക്ക് ഇങ്ങനെ ഒന്ന് മാറ്റം വന്നിട്ട് അത് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല, അത് അംഗീകരിക്കാനും പറ്റത്തില്ല. എന്നുവെച്ചാൽ അവരുടെ തലച്ചോറ് ഇങ്ങനെയാണ് ഡെവലപ്പ് ആയേക്കുന്നത്. അവരെപ്പോഴും അകത്തേ നിൽക്കത്തുള്ളൂ. ഇനി ഒരു 2 തലമുറ കഴിയുമ്പോൾ ഇവിടെ ക്ലിയർ ആവും. അതിന് ചിലപ്പോൾ ഒരു 2 തലമുറ കഴിയുമല്ല, ഇനി ഒരു 25 വർഷമെങ്കിലും എടുക്കും മിനിമം. 2050 വരെയൊക്കെ പോകുമെന്ന് തോന്നുന്നു. അതിനപ്പുറത്തോട്ട് പറ്റത്തില്ല. അപ്പോഴത്തേന് ഇവിടെ ഏകദേശം മറ്റേത് മനസ്സിലാവും ഇവർക്ക്. ഫാമിലി ബേസൊക്കെ പോകും. ആ ബേസ് പോകുമ്പോൾ തന്നെ റിലീജിയൻ എന്ന് പറഞ്ഞ സാധനം അടിച്ച് പുറത്തു പോകും. കാരണം ഈ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെ വ്യക്തികളായിട്ട് മാത്രം മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ ഈ മറ്റേ സമൂഹജീവി തന്നെയാണ് എങ്കിൽ പോലും ഈ ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റീസിലൊന്നും തന്നെ ആരും അങ്ങനെ ഈ പേരൻസിൻ്റെ ഇൻഫ്ലുവൻസ് അല്ല വരുന്നത്. അതുകൊണ്ട് ഈ കൊച്ചു തന്നെ ആദ്യം പഠിപ്പിക്കുന്ന ചിലപ്പോൾ മതമായിരിക്കത്തില്ല. പിന്നീട് ഈ സ്ഥാപനങ്ങളിൽ തന്നെ ഇപ്പോൾ മതസ്ഥാപനങ്ങളാണെങ്കിൽ തന്നെ അവർ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ പഴയതുപോലൊന്നും ഉള്ള പരിപാടികളൊന്നും ഇല്ല. അത് പതുക്കെ മാറിക്കൊണ്ടിരിക്കുക. അവർ വേറെ രീതിയിലേക്ക് ബിസിനസ് മാറി അവർ ഈ പരിപാടി കുറച്ചുകൊണ്ട് വേറെ ചില പുതിയ പരിപാടിക്കകത്തുള്ള മോറൽസ് തപ്പി അതിനകത്ത് എങ്ങനെ മനുഷ്യൻ നന്നായിട്ട് ജീവിക്കാം എന്നുള്ള രീതിക്കൊക്കെ കൊണ്ടുവരും. അത് നടന്നാൽ അവർക്ക് കൊള്ളാം. പക്ഷേ ഇവർക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് ഈ ബുക്ക് ഇരിക്കുന്നതുകൊണ്ടാണ്. ആ ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള പരിപാടി മാറ്റിയിട്ട് ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ പാസ്റ്റർമാരൊക്കെ വന്ന പോലെ, പുതിയ സ്വാമിമാർ വന്ന പോലെ, പുതിയ ദൈവം വന്ന പോലെയൊക്കെ വന്നിട്ട് ഈ ഇവരുടെ കൂട്ടത്തിൽ കുഴപ്പമില്ലാതെ ഇതൊക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഈ ആത്മീയ തലമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഇവർക്ക് ജീവിച്ചു പോകാനേ ഉള്ളൂ. എന്നാൽ പോലും നടക്കാൻ പാടാണ്. കാരണം പഴയതുപോലെ കൂടുതൽ ഫണ്ടും ഇൻവെസ്റ്റ്മെൻറ്റും ഒന്നും ഈ പറഞ്ഞ സ്ഥാപനത്തിലോട്ടല്ല വരുന്നത്. നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യമല്ലേ. ഇപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ അമ്പലം എന്ന് പറഞ്ഞാൽ ലുലുമോളാണ്. അങ്ങനെ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ആൾ കൂടുന്ന സ്ഥലം എന്നും അവിടെയാണ്. അപ്പോൾ അതുപോലത്തെ ഈ പറഞ്ഞ പോലത്തെ സ്ഥലങ്ങളിലാണ് ആൾക്കാർക്ക് താല്പര്യം. അല്ലാതെ ഈ ഇതേപോലത്തെ സ്ഥാപനങ്ങളുള്ള സ്ഥലത്ത് അമ്പലത്തിൽ പോക്കൊക്കെ കുറവായിരിക്കും. പിന്നെ നല്ല പാർട്ടീസൊക്കെ നടക്കുവാണെങ്കിൽ അമ്പലത്തിലെ ഉത്സവം പെരുന്നാളും ഒന്നും കാണാൻ ഒരു പട്ടി പോലും പോകത്തില്ല. അങ്ങനത്തെ പരിപാടികളിവിടെ വന്നിട്ടില്ല. വന്ന് ഇപ്പോൾ ടുമോറോ ലാൻഡ് മൊസോറോ പോലത്തെ ഈ എന്താ പറയുക റേവ് പാർട്ടീസും അതൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്നൊരു നാടാണെന്നെങ്കിൽ
പള്ളിയിലൊന്നും പോകേണ്ട വരത്തില്ല. അവർ കൂടുതൽ പേര് അവിടെ ആയിരിക്കും വരുന്നത്. പള്ളിയിൽ പോകുന്നവർ അവിടെ ഉണ്ട്, ഇല്ലെന്നില്ല. ചിലപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ തുള്ളുന്ന സ്ഥലത്ത് പോകാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ചിലർക്ക് ശാന്തമായ ഒരു അന്തരീക്ഷം, സൈലൻസ് അല്ലെങ്കിൽ സോഫ്റ്റ് മ്യൂസിക് ഒക്കെയാണ് വേണ്ടതെങ്കിൽ ചിലപ്പോൾ അത് അവിടെ പ്ലേ ചെയ്താലേ അവർ വരും. അവിടെ DJ ഇട്ട് അവിടെ പിള്ളേരും വരും. ഇപ്പോൾ ഇവിടെയൊക്കെ കണ്ടിട്ടില്ലേ പള്ളിയൊക്കെ ഭയങ്കര മിന്നുന്ന പ്രകടനമൊക്കെ കാണിക്കുന്നത്, ഉള്ള മിന്നൽ ലൈറ്റൊക്കെ കൂടി ഇട്ട് MDMA ഒക്കെ അടിച്ച് വന്നിരിക്കുന്നവർക്ക് വേണമെങ്കിലും ഒന്ന് എൻ്റർടൈൻഡ് ആവാം അവിടെ പോയാൽ. കഞ്ചാവ് വലിക്കുന്നവർക്കും സുഖമായിരിക്കും, ഭയങ്കര മ്യൂസിക്കും ഭയങ്കര ക്രിസ്ത്യൻ ഭക്തിഗാനമൊക്കെ ബീച്ചൊക്കെ ഇട്ട് പൊളിക്കുക. കണ്ടിട്ടില്ലേ പാസ്റ്റർമാരുടെ ചില പരിപാടി കണ്ടിട്ടില്ലേ? അതൊക്കെ അങ്ങോട്ട് വരുത്തുന്നത് അതുകൊണ്ടാണ്. അല്ല മറ്റേ സീനാണ്, പഴയ ദുഃഖവും കരച്ചിലും വാണപരിപാടിയൊക്കെയാണ് ആരും അങ്ങനെ എടുക്കുന്നില്ല. രോഗശാന്തി ശുശ്രൂഷകളുടെ ലാസ്റ്റ് സ്റ്റേജ് അത് ഇനി കഴിഞ്ഞു. പുതിയ ജനറേഷനിലെ പിള്ളേർക്ക് ആർക്കും അത് എടുത്തിട്ട് സക്സസ്ഫുൾ ആകത്തില്ല. അതും ഇതാണ്, സാച്ചുറേഷൻ പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. ഇത് ലാസ്റ്റാണ്, അതോടെ ആ പരിപാടിയും കഴിഞ്ഞു. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു 35 വയസ്സിന് മേളിൽ നിന്ന് ഒരു 60 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് മാത്രമേ അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോൾ പരിപാടി അങ്ങ് തീർന്നു കിട്ടും. പിന്നെ ഈ ശബരിമലയിൽ പോക്ക്, അതും ഈ ലാസ്റ്റ് ജനറേഷനാണ്. അത് നിങ്ങൾ പിള്ളേരെയും കൊണ്ടൊക്കെ വരുന്നതുകൊണ്ട് നടന്നു പോകുന്നത്, അല്ല ചെറുപ്പക്കാരുടെ ഇടയിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ട്രാവൽ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ആലോചിക്കുക, പിള്ളേരെല്ലാം ഭയങ്കര ട്രാവലിംഗ് മോഡിലുള്ള ആൾക്കാർ. ആരെങ്കിലും ശബരിമലയിൽ പോകുന്നത് പഴയതുപോലെ ഒന്നും ആയിരിക്കും. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പോയിക്കൊണ്ടിരുന്നൊരു മലയാണ് പണ്ട് ശബരിമല. ഇപ്പോൾ എല്ലാ മലയും കഴിഞ്ഞിട്ട് അതിന് ഇടയിലൊരു മലയാണ് ശബരിമല. കാരണം ഈ ബുള്ളറ്റും മറ്റേ ബൈക്കും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന കണ്ടിട്ടില്ല. അങ്ങ് കാശ്മീരും പോയി ഇന്ത്യ പാക് ബോർഡറിലൊക്കെ ചെന്ന് നിന്നിട്ട് ഫോട്ടോ എടുത്തിടുമ്പോൾ ചൈന ബോർഡറിലൊക്കെയുള്ള മറ്റേ എന്ത് വാലിയൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് വന്ന് ഫോട്ടോ എടുത്ത് കുളുമണാലിലൊന്ന് കറങ്ങി വരുമ്പോഴത്തേക്കിന് ഏകദേശം അവൻ്റെ സ്പിരിച്വൽ തലം ഫില്ലാവും. മനസ്സിലാകുന്നുണ്ടോ? ഫില്ല് ചെയ്യാൻ വെച്ചിരുന്ന ഭാഗം ഒരു ശബരിമല മാത്രമല്ല ഫില്ലാക്കുന്നത്. അല്ലേ മറ്റേ ഇത് ഏതാണ്ടൊക്കെ മലകളുണ്ട് കുരിശും ചുമന്നുകൊണ്ട് കയറുന്ന മല, ആ മല മാത്രമല്ല ഒരുപാട് മലകൾ കയറുന്ന അറിയാം. അപ്പോൾ അതിനകത്ത് അവൻ ഏറ്റവും രസമായിട്ടൊരു മല തോന്നിയത് ചിലപ്പോൾ വലിയ ക്രൗഡഡ് അല്ലാത്ത, ഇത്രയും പൊല്യൂട്ടഡ് അല്ലാത്ത ഒരു മലയായിരിക്കും. അങ്ങനെ ഈ മലയുടെയൊക്കെ പ്രസക്തിയും കുറഞ്ഞോളും. നേരത്തെ ആകെ പോകുന്ന ഇങ്ങോട്ടൊക്കെയാണ്, ആകെ മനുഷ്യൻ പോയിക്കൊണ്ടിരുന്നത് ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ വർഷത്തിലൊരിക്കൽ ഭയങ്കര വൃദ്ധമൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ മാലയൊക്കെ ഇട്ടെന്നൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ കാണിച്ച് പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ പോകണമെങ്കിൽ ഗാഡ്ജറ്റ്സ് വേണം. അതായത് റൈഡിങ്ങിന് ഗ്ലൗസ്, ജാക്കറ്റ്, ബൂട്ട്, ബൈക്ക്, അതിനനുസരിച്ചുള്ള മറ്റേ ബൈക്ക്, ഓഫ് റോഡിങ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബാഗൊക്കെ കെട്ടിപ്പോകുന്നുണ്ട്. ഇപ്പോഴും പോകുന്നുണ്ട്. അവർ വൃദ്ധമൊന്നും അങ്ങനെ എടുക്കാറില്ല. പക്ഷെ അവർ എക്സസൈസ് ഒക്കെ ചെയ്ത് ഫിറ്റ് ആയിരിക്കണം ബോഡി. ഇല്ല ചിലപ്പോൾ അത്രയും ദൂരമൊക്കെ ബുദ്ധിമുട്ടാണ്. ശബരിമല വരുന്ന പോലെയല്ല, ചെരുപ്പൊക്കെ ഇടണം, ബൂട്ടൊക്കെ ഇട്ട് റൈഡേഴ്സ്, കാർ, പിന്നെ അങ്ങനെ പോകുന്നവരുണ്ട്. ട്രിപ്പ് ചെയ്ത് രാജ്യം തന്നെ വിട്ടു പോകുന്നു, വണ്ടി കാറൊക്കെ ഓടിച്ച്. ഹിച്ച് ഹൈക്കിംഗ് നോമാഡ് കണ്ടില്ല അവനൊക്കെ എവിടെയൊക്കെയാണ് പോകുന്നത്. ചെറുപ്പക്കാർ അങ്ങനെയാണ്. അല്ലാതെ ഇതിനകത്തൊക്കെ പോകുന്നവരുണ്ടല്ലോ, ഈ ശബരിമലയും മറ്റേ പള്ളിയിലെ കുർബാനയൊക്കെ അറ്റൻഡ് ചെയ്ത് ഈ പള്ളിക്കാർ പറയുന്ന ഏതെങ്കിലും മലയെ മാത്രം കയറി കിടക്കുന്നതിൻ്റെ കാര്യം പോക്കാ. ഒന്നിനും കൊള്ളത്തില്ല. കാരണം അവൻ ആകെ പോകുന്നു ഈ 2 സ്ഥലത്താണ്. അവൻ എന്തൊരു ഇടിഞ്ഞു കൂടി അടഞ്ഞു പോവും. ഒന്ന് ആലോചിക്ക്. അയ്യേ, അതിനെ ആർക്ക് വേണം? ആരെങ്കിലും കൂട്ടും ഇവരെയൊക്കെ കൂട്ടത്തി? ഒന്ന് ആലോചിക്ക്. ഇത്രയും കറങ്ങി വരുന്നവനും ഈ ഒരു ബിൽഡിംഗ് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നവനും ഒക്കെ എന്തോ കുഴപ്പമുള്ളവരായിട്ട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതിനും ഭേദം അവൻ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്നു. ഒന്നുമില്ലെങ്കിൽ ഇവൻ്റെ അസുഖം മാറി കിട്ടും. എന്തുകൊണ്ട് ഇവനിങ്ങനെ അടിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒതുങ്ങിപ്പോകുന്നു? മനസ്സിലായോ? അതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ പോയതുകൊണ്ട് ഞാൻ ഭയങ്കര ഭക്തനാണ്, ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ പള്ളിയിൽ എല്ലാ ആഴ്ചയും പോകുന്നത്, ഞാൻ പോടാ മൈര എന്ന് പറയും എല്ലാവരോടും. പെമ്പിള്ളേരടക്കം പറയും ഈ മൈര ആർക്ക് വേണമെന്ന് ചോദിക്കുന്നു. മനസ്സിലായോ? അതേസമയം കറങ്ങി നടക്കുന്നവൻ ഇച്ചിരി താടിയും മുടിയൊക്കെ വളർത്തി ഇപ്പോൾ മറ്റേ ഷെയ്തൊക്കെ ചെയ്ത് ക്ലീൻ അടിച്ച് നടന്നുകൊണ്ട് എൻ്റെയൊക്കെ വെയിറ്റ് പോയത് കണ്ടോ എങ്ങനെയാന്ന്? ഒരു വിലയില്ല ഇപ്പം ഇമാർക്ക്. പക്ഷെ മറ്റേ ഫ്രീക്കിനൊക്കെ ഇപ്പം താരങ്ങൾ, മറ്റോ ഉണ്ണാക്കൻ, വെറൂള, പാഴ് ജന്മം എന്നൊക്കെ പറഞ്ഞു കളയും. അല്ലേ? ശരിയല്ലേ? ട്രിപ്പൊക്കെ അടിച്ച് കിടക്കുന്നവൻ്റെ കൂടെ അല്ലേ പെമ്പിള്ളേർക്കൊക്കെ പോകേണ്ടത്? അല്ല ഫ്രണ്ട്സ് ഉണ്ടാകുന്ന ആർക്കാ? പള്ളിയിൽ പോയി കോരം പാടി അവിടെ കൂടിപ്പോയാൽ കുറച്ച് മന്ദഗതി ജീവിക്കുന്ന ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. അല്ലെ നിങ്ങൾ പോയി നോക്കിക്കൂ. ഇപ്പോഴത്തെ ഫ്രീക്ക് പിള്ളേരെ കൂടെ ഒന്ന് പള്ളിയിൽ ചെന്ന് നോക്കുക. അവിടെ കാണാൻ ഇതുപോലത്തെ അലമ്മമാരെ ഇങ്ങനെ പെട്ടിരിക്കുന്നത്. അതുങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി മുന്നോട്ട് ആ പിള്ളേർ അവിടെ ഇരിക്കുന്ന കുട്ടികൾ അവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ, അവരുടെ പേരൻസ് അവരെ അവിടെ നിന്ന് ഇറക്കിയില്ലെങ്കിൽ, നാളെ സമൂഹത്തിൽ ഒറ്റപ്പെടാൻ പോകുന്ന, ഒന്നിനും കൊള്ളാത്ത, പീഡിപ്പിക്കപ്പെടാനും ഡിപ്രഷൻ അടിച്ച് ഇങ്ങനെ മരുന്നും കഴിച്ച് ഏതൊരു മൂലിക്കിരിക്കാൻ മാത്രം ശേഷിയുള്ള ആൾക്കാരായിട്ട് മാറിപ്പോവർ. അത് ചെയ്യുന്ന വലിയൊരു ചതിയാണ്. ഇപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്തൊക്കെയാണെങ്കിലും മൊത്തത്തിലൊക്കെ കലക്കി കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അപ്പം ശരി, ശുഭദിനം.